വന്നിട്ട് 2-3 മാസമല്ലേ ആയിട്ടുള്ളൂടാ. നമ്മളെ ഇങ്ങനത്തെ ക്ലിപ്പൊക്കെ വെച്ചാണ്ട് ഇവന്മാരിങ്ങനെ പേടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവന്മാർ 5-6 കൊല്ലമായിട്ട് ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നിട്ട് ഇവന്മാരൊന്നും ക്ലിപ്പ് നിന്റെ ഒന്നും കയ്യിലില്ലടാന്ന് ഞാൻ ചോദിച്ചു. ആ സാധനം ഞാൻ ചോദിച്ചു എന്നുള്ളത് ഞാൻ സത്യ. അത് കരുതിയിട്ട് ഞാൻ മാരിക്ക് ഒരു 5 ലക്ഷം റുപ്യ പെട്ടിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇടാ മാരി പോയിട്ട് കൊണ്ടുപോടാ, പോയിട്ട് TV പോയിട്ട് മറ്റേ തുണ്ട് കേസ് എവിടുന്നേലും കിട്ടുമോ നോക്കിയിട്ട് കൊണ്ടുപോടാന്നൊന്നും പറഞ്ഞ് ഞാൻ ഒരാളെയും പറഞ്ഞയച്ചിട്ടില്ല. മനസ്സിലായോ? എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഈ പറഞ്ഞ പോലെ VC-യിലൊക്കെ ഇരുന്നാണ്ട് എന്തെങ്കിലും അപരാധം പറയുന്ന സാധനം ഇൻ കേസ് അവന്മാരെ നമുക്കെതിരിട്ട് പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവന്മാരെ നമ്മളൊന്ന് ഇതാക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ആ സമയത്ത് തിങ്ക് ചെയ്ത് പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേഷൻ അടിച്ച് നിൽക്കണ ഈ പറഞ്ഞ എല്ലാവരും പറയുന്നുണ്ടല്ലോ ട്രിഗറിംഗ് മൊമെന്റ് എന്നുള്ളത്. ഈ ട്രിഗറിംഗ് മൊമെന്റിൽ തന്നെ ഞാൻ ചെയ്തത്. ഇപ്പൊ ഞാൻ ട്രിഗറാ. ഇതേപോലത്തെ ഒരു ട്രിഗറിംഗ് മൊമെന്റിൽ തന്നെയാണ് ഞാൻ ഇതേപോലെ ഇവന്മാരെടുത്ത് പൊട്ടിക്കാൻ പറ്റിയ സാധനമൊന്നും ഇല്ലടാ എന്നുള്ളത് ഞാൻ ചോദിച്ചത് ആ സമയത്ത് ഉള്ളത് തന്നെ. അത് കരുതിയിട്ട് ഞാൻ പറഞ്ഞേ മാരിനോട് ഞാൻ പൈസ കൊടുത്ത് അക്കൗണ്ടിക്ക് ഒരു 5 ലക്ഷം ട്രാൻസ്ഫർ ചെയ്തിട്ട് പോയി വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടൊന്നുമില്ല. എന്നിട്ട് ഇവന്മാർ വിളിപ്പിച്ചു VC-യിൽ വിളിപ്പിച്ചപ്പം ഞാനും മാക്കും ഇരിക്കുന്ന സമയത്ത് ഇതേപോലെ ഇരുന്ന് ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഇവന്മാര് റെക്കോർഡാണ്. അത് ഞങ്ങൾക്ക് ആദ്യം എനിക്ക് തോന്നിയില്ല റെക്കോർഡായിരിക്കും. അപ്പോഴേ ഇവന്മാർ എന്നോട് ചോദിച്ച് അപ്പൊ മാരി ആദ്യമേ പറയുന്നുണ്ട് ഷെയ്ക്കും മാക്കും പറഞ്ഞിട്ടല്ല ഞാൻ ഈ സാധനം അവനോട് ചോദിച്ചത്. ഈ പറയണ ഈ CK മാരി നമ്മളെ ഈ ഓർഗിലുള്ള മാരി ഇവൻ ഈ പറയുന്ന ഇവന്റെ ഒപ്പം നിൽക്കണേ ഈ ചെക്കനോട് ചോദിച്ചത്. ആ ചെക്കൻ എന്തോ സാധനം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ പോയി അങ്ങോട്ട് ചോദിക്കണത്. മനസ്സിലായോ? അതിനെ പറ്റി ഞാൻ കൂടുതൽ പറയണില്ല. അത് വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വേറെ വഴിക്ക് പോകും. എനിക്ക് അതൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പൊ മാരി ആദ്യമേ വന്നാണ്ട് VC-യിൽ പറയുന്നുണ്ട് ഷെയ്ക്കും മാക്കും പറഞ്ഞിട്ടല്ല ഇത് ചോദിക്കണം എന്നുള്ളത് ആദ്യമേ പറയുന്നുണ്ട്. അപ്പൊ ഇവന്മാരെല്ലാരും കൂടി ഇരുന്നുകൊണ്ട് പൈസ കൊടുത്ത് വാങ്ങുന്നുണ്ടെങ്കിൽ അത് ആരാ പറഞ്ഞിട്ടാന്നുള്ളതൊക്കെ അറിയാന്നുള്ള രീതിയിലൊക്കെയാണ് ഇവർ പറയുന്നത്. 10-30 ആൾക്കാരുണ്ടായിരുന്നു. TV-യിലുള്ള 10-30 ആൾക്കാരുണ്ടായിരുന്നു. ഞാനും മാക്കും ഒറ്റക്ക് അവിടെ പോയത്. ഞങ്ങൾ രണ്ടാൾ മാത്രം അവിടെ പോയത് മാരിനെ ഇതാക്കാൻ വേണ്ടിയാണ്ട്. കാരണം ഞാൻ അത് വേറെ രീതിക്ക് പോകണ്ട. കാരണം ഇത് ഇനി ഇരുന്ന് ലൈവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പല രീതിക്കും കൺവേർട്ട് ആക്കി നമ്മൾ ഓരോ TV-യെ OC ഡ്രാഗ് ചെയ്ത് കണ്ട് നശിപ്പിക്കാൻ നോക്കി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേരിൽ ഓല അടിച്ചിറക്കണ്ടെന്ന് കരുതിയിട്ട് അതിന് ഇനി മാരിനെ ഇതാക്കണ്ടെന്ന് കരുതിയിട്ട് മാരിനെ സംസാരിക്കാൻ വേണ്ടി പോയ ആൾക്കാരാണ് നമ്മൾ. അപ്പം ഇതേപോലെ അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞയച്ചതല്ലേ എന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പൊ ഞാൻ കമ്മിറ്റ് ചെയ്തു. ഈ സാധനം ഞാൻ കമ്മിറ്റ് ചെയ്തു. എന്തറിയോ? ഞാൻ പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. യുവമാരെന്നൊരു ഒരു സാധനം നിന്റെ കയ്യിലൊന്നും ഇല്ലടാ എന്നുള്ളത് ഞാൻ ചോദിച്ചു എന്നുള്ളത് സത്യമാണ്. അല്ലാതെ ഇതേമാതിരിക്കത്തെ OC ഡ്രാഗിങ് സാധനങ്ങളൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു. പക്ഷെ ഇവര് ലൈവിൽ ഇരുന്ന അല്ല ആ വീഡിയോയിൽ തന്നെ ഇവർ ഇരുന്നാണ്ട് മാരിനോട് അപ്പൊ തന്നെ ഇവര് കൺവേർട്ടിങ് മനസ്സിലായോ? അഥവാ മാരിനെ ഇങ്ങനെ പറയാണ് എടാ മാരി ഷെയ്ക്ക് ഇപ്പൊ തന്നെ സമ്മതിച്ചു, ഇനി നീ അത് അക്സെപ്റ്റ് ചെയ്തേക്ക്. എടാ നീ അങ്ങനെ പറയില്ല. മാരി എപ്പോഴും പറയുന്നുണ്ട് ഷെയ്ക്ക് പറഞ്ഞിട്ടില്ല മാക്ക് പറഞ്ഞിട്ടില്ല എന്നുള്ളത് മാരി പറയുന്നുണ്ട്. എന്നിട്ടും ഇവരിങ്ങനെ എങ്ങനെ പറയന്നെ ഇതിങ്ങനെ പറയാ.